ഹലോ, നമുക്കിന്ന് വീട്ടിൽ തന്നെ ഒരു ജാർ ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ. പുറത്തുനിന്ന് വളരെ വില കൊടുത്ത് വാങ്ങുന്നതിന് പകരം നമുക്ക് തന്നെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബിസ്കോഫിൻ്റെ ചീസ് കേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ 3 ചെറിയ പാക്കറ്റുകളായിട്ടുള്ള ബിസ്ക്കറ്റ് വരുന്നുണ്ട്. നമ്മൾ ചീസ് കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ജാറിൻ്റെയോ അല്ലെങ്കിൽ ടിന്നിൻ്റെയോ ഒക്കെ വലുപ്പത്തിനനുസരിച്ചാണ് ബിസ്ക്കറ്റ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ചെറിയ ഒരു 4 ജാറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 പാക്കറ്റ് ഫുള്ളും ഒരു ഹാഫ് പാക്കറ്റും കൂടി എടുത്തിട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിൽ നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരുന്നുണ്ട്. ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് വെച്ച് തന്നെ ഇത് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ബിസ്കോഫിൻ്റെ ചീസ് കേക്ക് ഉണ്ടാക്കാം എന്ന് വെച്ചതുകൊണ്ടാണ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിരിക്കുന്നത്. പൊടിച്ചു കൊണ്ടുവന്ന ബിസ്ക്കറ്റിൻ്റെ പൊടി നമുക്ക് ഹാഫ് എടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കി ഹാഫ് ഉള്ളതിൽ സെയിം ജാറിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ ഒരു ഇത്തിരി പട്ടയുടെ പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇതേ അളവിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ്, ഓവർ മധുരമില്ല, മീഡിയം മധുരമാണ്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 3 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ മിക്സിയിൽ നന്നായിട്ട് ഒട്ടും ലംസ് ഒന്നും ഇല്ലാതെ അടിച്ചെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ കുറേ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ബിസ്കോഫിൻ്റെ സ്പ്രെഡാണത്. സെയിം കൺസിസ്റ്റൻസിയിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ വീട്ടിൽ തന്നെ സ്പ്രെഡ് ഉണ്ടാക്കി എയർ ടൈറ്റ് ആയിട്ട് ഒരു കണ്ടെയ്നറിലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബിസ്ക്കറ്റ് പൊടിച്ചത് എടുത്തിട്ട് അതിലൊരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ട് ഇങ്ങനെ പൊടിക്കാൻ പറ്റണം, അങ്ങനെ ഒരു ടെക്സ്ചറിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ജാറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ടിന്നിൻ്റെ അടിയിൽ ഫസ്റ്റ് ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ചെറിയ ജാർ ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് 4 ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടിയിൽ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ മാറ്റി വെച്ച് കുറച്ചടുത്തേക്ക് അങ്ങനെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ, ഇതിൻ്റെ മുകളിൽ ഇടാനായിട്ടുള്ള നെക്സ്റ്റ് ലെയർ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ക്രീം ചീസാണ്. ക്രീം ചീസിലേക്ക് ഫ്രഷ് ക്രീമും കുറച്ച് പഞ്ചസാരയും ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്രീം ചീസ് ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഹങ്കേഡ് അല്ലേ, കേർഡ് നന്നായിട്ട് ഇങ്ങനെ തുണിയിൽ പിഴിഞ്ഞ് വെച്ച് വെള്ളം നന്നായിട്ട് പോയിട്ട് അധികം പുളിയില്ലാത്ത അങ്ങനത്തെ തൈര് വേണമെങ്കിലും അത് നല്ല കട്ടയായിട്ടുള്ളത് അത് സെയിം ഇതിൽ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രഷ് ക്രീമിന് പകരം നമുക്ക് വിപ്പിംഗ് ക്രീം ആയാലും നമുക്കതിൽ ഇട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്പ്രെഡ് ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ഇപ്പോൾ കൺസിസ്റ്റൻസി കുറച്ച് കൂടുതലാണ്, കാരണം ഞാൻ ഒരു ബോട്ടിൽ ഫ്രഷ് ക്രീം മൊത്തം ഇട്ടു. ആക്ച്വലി അത്ര ഇടണ്ട, ഒരു ഹാഫ് ഫ്രഷ് ക്രീം, ചെറിയ ബോട്ടിലിൻ്റെ ഒരു ഹാഫ് അത്ര ഇട്ടാൽ മതിയായിരുന്നു. എൻ്റെ കുറച്ച് അത് നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനപ്പോൾ അപ്പോൾ തന്നെ വെച്ചതുകൊണ്ടാണ് കുറച്ചിങ്ങനെ കൂടുതൽ വെള്ളം മാരിയായിട്ട് തോന്നുന്നത്. കുഴപ്പമില്ല, നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് എന്തായാലും സെറ്റ് ചെയ്തെടുക്കാനല്ല. അത്ര വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ രാവിലെയാണ് പിന്നെ അത് പുറത്തേക്ക് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം നന്നായിട്ട് ജാറിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബിസ്കോഫിൻ്റെ സ്പ്രെഡ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, അപ്പോൾ തന്നെയാണ് അന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ മുകളിലേക്ക് സെറ്റായി ക്രീം സെറ്റായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ ജാറിൻ്റെയും ഞാൻ ഉണ്ടാക്കിയിരുന്ന അളവ് കൃത്യമാണ്. എല്ലാ 4 ജാറിലും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് ഒരു 1 സ്പൂണൊക്കെ ബാക്കി വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ നമ്മൾ ഒരു ഹാഫ് പാക്കറ്റ് ബിസ്ക്കറ്റ് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും കൂടി ബട്ടറൊന്നും ചേർക്കാതെ പൊടിച്ചെടുത്തിട്ട് മുകളിലൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഡെക്കറേഷനൊക്കെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കലാവിരുദ്ധത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ട് എൻ്റെ ചെറിയ ജാറായതുകൊണ്ട് ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ ഹാഫ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് ലാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അധികം നേരം അങ്ങനെ തണുപ്പിക്കണമെന്നില്ല, എന്നാലും കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നത് ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഇത് വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.